ബിസിനസ് ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ചെറിയൊരു ബിസിനസ്, ഒരു പെട്ടിക്കടയാവട്ടെ, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ആവട്ടെ, ഇനി വലിയ ഒരു മൾട്ടിനാഷണൽ കമ്പനി ആവട്ടെ, ഇനി ബിസിനസ് ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളുടെ നാട്ടിൻപുറത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പോഡ്കാസ്റ്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ കൂടെയുള്ളത് നിഷിതയാണ്, നമ്മുടെ ഓഫീസിലെ ആർട്ടിക്കിളാണ്. ഓക്കെ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ് നിഷിത. സർ, നമുക്കിപ്പോൾ ഒരു ബ്രോക്കർ ആൾക്ക് കമ്മീഷൻ ഇൻകം കിട്ടുന്നുണ്ട്, ഒപ്പം തന്നെ ആളൊരു ജോലി ചെയ്യുന്നുണ്ട്, അതിൻ്റെ സാലറിയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സാലറി നമ്മൾ ഇൻകം ഫ്രം സാലറി എന്നുള്ള ഹെഡിൽ കാണിക്കുന്നതാണ്. ഈ കമ്മീഷൻ ഇൻകം അത് നമ്മളെങ്ങനെ കാണിക്കും? അത് സാലറി ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല, ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടും പറ്റില്ല. ഇത് നമ്മളെങ്ങനെ ഇൻകം ടാക്സിൽ ട്രീറ്റ് ചെയ്യുക? ഇതുപോലെയുള്ള ഐറ്റംസ് വരുമ്പോൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ സ്ഥലക്കച്ചവടമൊക്കെ സൈഡ് ബിസിനസ്സൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ആളുകളുടെ ഒരു കൺഫ്യൂഷൻ വരുന്നത്, ഇതൊരു ബിസിനസ് ഓർ പ്രൊഫഷൻ ആണോ, അല്ലെങ്കിൽ ഇതൊരു ഇൻകം ഫ്രം അതർ സോഴ്സ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ബിസിനസ് എന്ന് നമുക്ക് ആദ്യം കിട്ടൊരു ക്ലാരിറ്റി വരുത്താം. അപ്പോൾ ഒരാളൊരു പ്രോഫിറ്റ് മോട്ടീവോട് കൂടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു ട്രാൻസാക്ഷൻ ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിൽ വല്ലപ്പോഴും ഒരു ട്രാൻസാക്ഷനേ ഉള്ളൂ എന്ന് വിചാരിക്കും, ഈ ബ്രോക്കറേജ് പോലെ. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഒരു ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് കാണിക്കും. ഇപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ മറ്റേ ചക്ക വീണ് മൊയിൽ ചത്തു എന്ന് പറഞ്ഞ പോലെ വല്ലപ്പോഴൊക്കെ ഒരു ട്രാൻസാക്ഷനൊക്കെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സാണ്. കാരണം പക്ഷേ നേരെ മറിച്ച് ഒരാളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇദ്ദേഹം സ്ഥലക്കച്ചവടമാണ്, ബ്രോക്കറാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു വർഷം തന്നെ ചിലപ്പോൾ 5-6 ട്രാൻസാക്ഷൻ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് തന്നെ ഇതാണ്, ബ്രോക്കറാണ്. അപ്പോൾ അത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ തന്നെയാണ് അത്. അപ്പോൾ അദ്ദേഹം ആ രീതിയിൽ വേണം അതിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. അതുപോലെ നമ്മുടെ ഓഫീസിൽ എപ്പോഴും വരുന്ന കൊറിയാണ് ഈ യൂട്യൂബേഴ്സ്, ഓൺലൈൻ സെല്ലേഴ്സ്, അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡേഴ്സ്. ഇവരൊക്കെ PGBP-യിലായിരിക്കുക. ഇവർക്കും അപ്ലിക്കബിൾ ആണോ PGBP എന്നുള്ളത്? അവർക്കും സെയിം അപ്ലിക്കബിൾ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഫ്രീലാൻസ് ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അവർ പിന്നെ നമ്മൾ നോക്കണമെങ്കിൽ അവർക്കൊരു വരുമാനം കിട്ടുന്നുണ്ട്, ഏത് ആയിക്കൊള്ളട്ടെ. ഇപ്പോൾ ചിലപ്പോൾ അവർക്കൊരു കൊളാബറേഷൻ ഇൻകം ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് ഉള്ള വരുമാനമായിരിക്കാം. എന്ത് തന്നെയായാലും അതൊരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. കാരണം ഇവരുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ, പൈസ തരുന്ന ആൾ ഇവരുടെ ഒരു എംപ്ലോയർ ഒന്നുമല്ല. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സ് അല്ല എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവരുടെ ഒരു മെയിൻ പരിപാടിയാണ്. ഇപ്പോൾ ഇവർ ആക്റ്റീവ്ലി ഇത് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഇവരുടെ ഒരു മെയിൻ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്റ്റീവ്ലി ഇങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ആളുകളുടെ അത് അവരുടെ വരുമാനം എന്ന് പറയുന്നത് PGBP തന്നെയാണ്. അതായത് പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ തന്നെയാണത്. അപ്പോൾ അത് അതുപോലെ തന്നെ വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ബിസിനസ് ഇൻകം നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ ഇൻകം ടാക്സ് ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സെപ്പറേറ്റ് റിട്ടേൺ ആണ്. നമ്മളിപ്പോൾ ഒരു സാലറിഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫയൽ ചെയ്യുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ ITR 1 ആണ്. ഇനിയിപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ ITR 2 എന്നുള്ളൊരു ഫോമാണ്. അപ്പോൾ ബിസിനസ് ഓർ പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ അത് വേറെ ഫോമാണ് വരുന്നത്, ITR 3 അല്ലെങ്കിൽ ITR 4, ഇങ്ങനെ ബാക്കിയുള്ള ഫോമുകളാണ് വരുന്നത്. മാത്രമല്ല ബിസിനസ് ആകുമ്പോൾ മറ്റതുപോലെയല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് അർത്ഥം. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരും. ചിലപ്പോൾ ചില കേസിൽ നമ്മളൊരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കേണ്ടി വരും. കാരണം ഒരു ബിസിനസ് ആണല്ലോ അവർ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ സാധാരണ റിട്ടേൺ ചെയ്യുന്നത് പോലെയല്ല ബിസിനസ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ അതുപോലെ ഈ ബിസിനസ്സിനൊക്കെ ഗവൺമെന്റിന്റെ ഇൻസെന്റീവ്സ് അല്ലെങ്കിൽ സബ്സിഡീസ് ഒക്കെ കിട്ടാറുണ്ട്. ഇത് കിട്ടുന്നത് നമ്മൾ എങ്ങനെയാണ് ഇൻകം ടാക്സിൽ ട്രീറ്റ് ചെയ്യണത്? ആ കേസിൽ നമുക്കൊരു അസറ്റ് റിലേറ്റഡ് സബ്സിഡി ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു മെഷീനറി, ഇപ്പോൾ ഒരാളൊരു മാനുഫാക്ചറിങ് കൺസേൺ തുടങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെഷീനറി വാങ്ങിക്കുകയാണ്, ഒരു 10 ലക്ഷം രൂപയുടെ ഒരു മെഷീനറി വാങ്ങിക്കുകയാണ്. അപ്പോൾ ആ കേസിൽ എന്ത് കിട്ടുകയാണ്, ഒരു സബ്സിഡി ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതായത് ഒരു അസറ്റ് റിലേറ്റഡ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് നമ്മൾ സാധാരണ കാണിക്കാറുള്ളത്, ആ അസറ്റിൻ്റെ വാല്യൂന്ന് നമ്മൾ കുറച്ച് കാണിക്കേണ്ടി വരും. അതല്ല ഇനിയിപ്പോൾ ജനറൽ ആയിട്ടുള്ളൊരു സബ്സിഡി കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീട്ടിലിരുന്ന് തന്നെ ബിസിനസ് ചെയ്യണവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ഇലക്ട്രിസിറ്റി, വൈഫൈ ഇതൊക്കെ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും.
പ്രൊവൈഡഡ് നമ്മളുടെ ബിസിനസ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊപ്പോർഷൻ ഉണ്ടല്ലോ അതായിട്ട് റിലേറ്റഡ് ആയിട്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുകയാണ്, നമ്മൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തേക്കുന്നത് ചിലപ്പോൾ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഒരു മെജോറിറ്റി ഓഫ് പോർഷൻ നമ്മളുടെ ഇൻ്റർനെറ്റ് എക്സ്പെൻസ്, ഇപ്പോൾ നമ്മളൊരു ഇൻ്റർനെറ്റ് എക്സ്പെൻസ് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു യൂസേജ് നോക്കുകയാണെങ്കിൽ ഒരു 75% ഓഫ് ഈ ഒരു ഇൻ്റർനെറ്റ് നമ്മൾ എടുക്കുന്നത് യൂസ് ചെയ്യുന്നതൊക്കെ ബിസിനസ് പർപ്പസിനാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ക്ലെയിം ചെയ്യാം, പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ വരുമ്പോൾ റേഷ്യോ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുന്ന അർത്ഥം, കാരണം നമ്മൾ വീട്ടിലാണല്ലോ. അപ്പോൾ വീട്ടിലാകുമ്പോൾ അപ്പോൾ എത്രത്തോളം പെർസെൻറ്റേജ് നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു ആംഗിൾ, അതായത് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ബിസിനസ്, നമുക്ക് എക്സ്പെൻസ് ക്ലെയിം ചെയ്യാം. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ ഇപ്പോൾ ഈ പേഴ്സണൽ എക്സ്പെൻസും ബിസിനസ് എക്സ്പെൻസും മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രൊപ്പറൈറ്റർ ആണ്, ആൾക്കൊരു കാറുണ്ട്, അത് ആളുടെ പേഴ്സണൽ പർപ്പസിനെ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ബിസിനസ് പർപ്പസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ആ എക്സ്പെൻസ് എടുക്കുക? നമ്മളിപ്പോൾ കാറ്, ഇപ്പം നിഷിത നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു കാറുണ്ട്. സാധാരണ ഇപ്പോൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് വേറെ കാറ് വാങ്ങിക്കാനായിട്ട് പലർക്കും പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ നമ്മുടെ സ്വന്തം കാറ് തന്നെ നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഓടിക്കുന്നു, അല്ലെങ്കിൽ പ്രൊഫഷന് വേണ്ടിയിട്ട് റൺ ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രൊപ്പോർഷൻ്റെ കേസ് ഉണ്ടല്ലോ, അത് ഇവിടെയും അപ്ലിക്കബിൾ ആവും. അപ്പോൾ എത്രത്തോളം ഒരു പെർസെൻറ്റേജ് നമ്മൾ ഒരു പേഴ്സണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു 50% ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓൾമോസ്റ്റ് എല്ലാ എക്സ്പെൻസസിൻ്റെയും 50% നമുക്ക് ക്ലെയിം ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ ആണ് 50%, അപ്പോൾ നമ്മൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ എടുക്കും, എന്നിട്ട് 50% എന്ത് ചെയ്യും? ഡിസലവ് ചെയ്യും. അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ റിപ്പയേഴ്സ്, മെയിൻ്റനൻസ്, ഡീസൽ എക്സ്പെൻസ് അല്ലെങ്കിൽ പെട്രോൾ എക്സ്പെൻസ്. ഇനിയിപ്പോൾ നമ്മളൊരു ഡ്രൈവറെ വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കും, അപ്പോൾ അദ്ദേഹം ഒഫീഷ്യലി നമ്മുടെ പ്രൊഫഷണൽ ഇതിന് വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് 100% ക്ലെയിം ചെയ്യാം. അതല്ല, നമ്മളുടെ വീട്ടുകാര്യത്തിനും കൂടി അദ്ദേഹം അത് ആൾ തന്നെയാണ് ഡ്രൈവർ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊപ്പോർഷൻ ഉണ്ടല്ലോ, ആ പ്രൊപ്പോർഷനിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് എക്സ്പെൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിൽ അപ്പോൾ നമുക്ക് എല്ലാ എക്സ്പെൻസുകളും നമുക്ക് എടുക്കാൻ പറ്റുമോ ബിസിനസ്സിൽ? അങ്ങനെ എടുക്കാനായിട്ട് പറ്റില്ല. അവിടെ ഒരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ട്. അതാണ് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ പുതിയ ഇൻകം ടാക്സ് ആക്ട് ആണെന്നുണ്ടെങ്കിൽ തന്നെ സെക്ഷൻ 26 തൊട്ടിട്ടാണ് ബിസിനസ് എക്സ്പെൻസസിന് അല്ലെങ്കിൽ ബിസിനസ്സിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ എക്സ്പെൻസസ് എടുക്കാൻ പറ്റുന്ന വെച്ചാൽ ബിസിനസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് എടുക്കാം, പ്രൊവൈഡഡ് ചില കേസുകൾക്ക് സ്ട്രൈറ്റ് അവേ ഡിസലവൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഡൊണേഷൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കും, ഇതൊന്നും ഒരു ബിസിനസ് എക്സ്പെൻസ് അല്ല. അപ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു CSR ആക്ടിവിറ്റി അവർ ചെയ്തു എന്ന് വിചാരിക്കും, അതുപോലും എന്ത് ചെയ്യാൻ പറ്റില്ല? ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ ചില എക്സ്പെൻസുകളുണ്ട്, അത് ആക്ച്വലി കൊടുത്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ചില എക്സ്പെൻസ് ഓൺ പേയ്മെൻറ്റ് നമ്മൾ പേ ചെയ്താൽ മാത്രമല്ല, നമ്മൾ ബിസിനസ്സിൽ നമുക്കൊരു അക്രൂവൽ കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമുക്കൊരു പേയബിൾ എൻട്രി ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ കേസുകൾ ചെയ്യാൻ, പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, PFലേക്കുള്ള കോൺട്രിബ്യൂഷൻ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കേസുകൾ. അപ്പോൾ PSIയുടെ കോൺട്രിബ്യൂഷൻ ആക്ച്വലി അത് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്യൂ ഡേറ്റിനുള്ളിൽ പേ ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കത് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ചെറിയ ബിസിനസ് ഒക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ മേ ബി അവർ ഒരു സെപ്പറേറ്റ് കറണ്ട് അക്കൗണ്ട് ഹോൾഡ് ചെയ്യണുണ്ടാവില്ല, ഒരു പേഴ്സണൽ അക്കൗണ്ടിൽ കൂടി തന്നെ ആയിരിക്കാം ഈ ബിസിനസ്സിൻ്റെയും കൂടി ട്രാൻസാക്ഷൻസ് നടക്കണം. ഇപ്പോൾ കൂടുതൽ നമ്മളെല്ലാവരും ഇപ്പോൾ GPay യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാങ്കിൽ ഒരുപാട് ബിസിനസ്സിൻ്റെതും പ്ലസ് ഈ പേഴ്സണലും കൂടി വന്നിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ റിസ്ക് എന്താണ്? അതിലൊരു വലിയൊരു റിസ്ക് ഉണ്ട് നിഷിത. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ, നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ തന്നെയാണ് ഇത് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ബർഡൻ ഓഫ് പ്രൂഫ് നമ്മളാണെന്ന് അർത്ഥം. ഇപ്പോൾ നമുക്ക് കുറേ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ 5000-4000 വെച്ച് ഒരുപാട് ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കുറച്ച് GPay കൂടി വന്നിട്ടുണ്ട് നമ്മുടെ ബിസിനസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഈ 100 ഐറ്റത്തിൽ ചിലപ്പോൾ നമ്മൾ 40 ഐറ്റം ആയിരിക്കും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരിക്കാം. ഇതാണ് നമ്മളുടെ ബിസിനസ് ഇൻകം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറേ ഇൻകം വന്നിട്ടുണ്ട്, കുറേ റെസീറ്റ്സുകൾ വേറെ വന്നിട്ടുണ്ട്. നമ്മൾ മേ ബി ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ നാച്ചുറലുള്ളതായിരിക്കാം, ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സൊക്കെ കടന്നു തന്നതൊക്കെ ആയിരിക്കാം. അപ്പോൾ നമുക്കിത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കും. ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഒരു സേഫർ സൈഡിൽ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടല്ലോ, ഒരു സെപ്പറേറ്റ്, അതായത് ഈ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ സേവിങ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ പ്രിഫറബിളി ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഒരു എക്സ്ക്ലൂസീവായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അതിൽ കൂടെ തന്നെ എന്ത് ചെയ്യുക? ട്രാൻസാക്ഷൻ റൂട്ട് ചെയ്യുക. ഇതുപോലെയുള്ള പേഴ്സണൽ കടം കൊടുക്കുന്ന പരിപാടികളൊക്കെ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ ചെയ്യുക, ബിസിനസ് ട്രാൻസാക്ഷൻ കറണ്ട് അക്കൗണ്ടിൽ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഇപ്പോൾ ബിസിനസ്സിൽ നമ്മളിപ്പോൾ അസറ്റ് മേടിക്കണേണ്. ഇപ്പോൾ ഒരു ഫർണിച്ചർ ഒരു 2,50,000 രൂപയ്ക്ക് നമ്മൾ ഫർണിച്ചർ മേടിച്ചു. അങ്ങനെയാണെങ്കിൽ ആ 2,50,000 രൂപ ഫുള്ള് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഫുള്ള് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കോമൺ സെൻസ് വെച്ചിട്ട് ആലോചിച്ചാൽ മതി. അത് പക്ഷേ നമുക്കൊരു സാലറി കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കും ഒരാൾക്ക്. അപ്പോൾ മന്ത്ലി 10,000 റുപ്പീസ് വെച്ച് സാലറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പോഴത്തെ എക്സ്പെൻസ് തന്നെയാണ്. അതായത് ആ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നു, അപ്പോൾ തന്നെ സാലറി കൊടുത്തു. അത് ആ വർഷത്തെ അല്ലെങ്കിൽ ആ മാസത്തെ എക്സ്പെൻസാണ്. നമ്മൾ ആ മാസം തന്നെ നമ്മളൊരു 2,50,000 രൂപയ്ക്ക് ഒരു ഫർണിച്ചർ വാങ്ങിച്ചു. പക്ഷേ ഈ ഫർണിച്ചർ നമുക്ക് ആ മാസം മാത്രമല്ലല്ലോ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. നമുക്ക് ചിലപ്പോൾ 1 കൊല്ലോ 2 കൊല്ലോ 4 കൊല്ലോ 5 കൊല്ലോ ഒക്കെ കിട്ടും. അപ്പോൾ അത് കാരണം തന്നെ ബിസിനസ്സിൽ ഇങ്ങനെയുള്ള ഇതൊരു അസറ്റായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ആ അസറ്റിന് കുറച്ചൊരു യൂസ്ഫുൾ ലൈഫ് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിപ്രീസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10% എടുക്കും. ഇപ്പോൾ സേ ഇപ്പോൾ ഒരു 2,50,000 രൂപയാണെങ്കിൽ ഇപ്പോൾ 25,000 രൂപ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഡിപ്രീസിയേഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇനി അടുത്ത കൊല്ലം ബാലൻസ് ഉള്ളതിൻ്റെ 10%. അങ്ങനെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു അസറ്റിന് ഒരു ലൈഫ് ഉണ്ടാവുമല്ലോ, ആ ഒരു ലൈഫ് പീരീഡിൽ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്ത് പോവാം. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ അസറ്റ് കൊടുക്കുമ്പോൾ അതോടുകൂടിയിട്ട് അത് കംപ്ലീറ്റ് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ അസറ്റ് നമ്മൾ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ലാസ്റ്റ് ഇപ്പോൾ ഒരു ഫെബ്രുവരിയിലോ മാർച്ചിലൊക്കെയാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഡിപ്രീസിയേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമുക്ക് 2 ഒരു സെപ്പറേഷനാണ് ഉള്ളത്. ഒന്ന്, നമ്മളൊരു 182 ഡേയ്സ് മോർ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു അസറ്റ് സിംപ്ലി പറയുകയാണെങ്കിൽ 6 മാസത്തിലും കൂടുതൽ യൂസ് ചെയ്തു വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുൾ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. പക്ഷേ ഡിപ്രീസിയേഷൻ റേറ്റ് 10% ആണെന്നായിരിക്കും. നമുക്ക് 10% ക്ലെയിം ചെയ്യും. ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് വാങ്ങിച്ചേക്കണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഡിപ്രീസിയേഷൻ റേറ്റ് 40%. അപ്പോൾ നമ്മളൊരു 182 ഡേയ്സ് മോർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫുൾ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. അതല്ല അതിൽ കുറവാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സെപ്റ്റംബർ 30 ശേഷമാണ്, ഫിനാൻഷ്യൽ ഇയറിൽ ശേഷമാണ് വാങ്ങിക്കണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 0.5% ഓഫ് ഡിപ്രീസിയേഷൻ, അതായത് ഇപ്പോൾ 10% ആണെങ്കിൽ 5% കിട്ടും, 40% ആണെങ്കിൽ 20% കിട്ടും. അങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. ഈ നമ്മളിപ്പോൾ ഈ ബുക്സിൽ കാണിക്കുന്ന ഡിപ്രീസിയേഷനും ഇൻകം ടാക്സിൽ വരുന്ന ഡിപ്രീസിയേഷനും സെയിം തന്നെയാണോ? അതിൽ നമ്മൾ ഏത് എൻറ്റിറ്റി മോഡലാണ്, നമ്മൾ ഏത് എൻറ്റിറ്റി ആണെന്നനുസരിച്ചിരിക്കും അത്. നമ്മളിപ്പോൾ ഒരു പ്രൊപ്പറേറ്റർ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ഒരു ആക്ട് ഇല്ല അവിടെ ബുക്സിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരു കമ്പനിയാണെന്ന് വിചാരിക്കും, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന് വിചാരിക്കും. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം അവിടെ വേറൊരു തരത്തിലാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്. അവിടെ യൂസ്ഫുൾ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു തരത്തിലാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഡിപ്രീസിയേഷൻ ഉണ്ടല്ലോ, അതും ഇൻകം ടാക്സിൽ കാണുന്ന ഡിപ്രീസിയേഷന് വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് കമ്പനീസ് ആക്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ നമ്മൾ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂണിറ്റ്സുകൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള എൻ്റർപ്രൈസസിന് മാത്രമാണ് ഈ ഒരു വ്യത്യാസം വരുള്ളൂ. അതർവൈസ് നമ്മളിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആണ്, പാർട്ട്ണർഷിപ്പ് ഫേം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ വേറൊരു ഡിപ്രീസിയേഷൻ ചാർട്ടൊന്നുമില്ല, റേറ്റ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിൻ്റെ ഡിപ്രീസിയേഷൻ തന്നെ നമ്മൾ ഫോളോ ചെയ്യാം. ഇപ്പോൾ പലരും ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ബിസിനസ് ചെയ്യണത്. അപ്പോൾ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ലോൺ എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ബിസിനസ് പർപ്പസ് ആയിരിക്കണം നമ്മൾ എടുത്തിട്ടുണ്ടാവുന്നത്. നമ്മൾ ലോണൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടുകാരനെ നടത്തിയിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ലോൺ എടുത്തേക്കുന്നത്. ബിസിനസ്സിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അതുപോലെ ഇപ്പോൾ കൂടുതലും ക്രെഡിറ്റിനായിരിക്കും നമ്മൾ ബിസിനസ്സിൽ സാധനങ്ങളൊക്കെ വിൽക്കണത്. പിന്നീട് കസ്റ്റമേഴ്സ് നമുക്ക് പൈസ തരാതിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ പലപ്പോഴും ബിസിനസ്സിലുള്ളൊരു റിസ്ക് ആണത്. അപ്പോൾ നമ്മളിപ്പോൾ ക്രെഡിറ്റിനൊക്കെ വിൽക്കുകയാണ്, അപ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മുടെ കസ്റ്റമേഴ്സ് ആരെങ്കിലുമൊക്കെ കടയൊക്കെ നിർത്തി പൂട്ടിപ്പോയി എന്ന് വിചാരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്കിപ്പോൾ ഒരു 1-2 ലക്ഷം രൂപയ്ക്ക് ചിലപ്പോൾ കിട്ടാൻ മീൻസ് അത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും, ബാഡ് ഡെപ്റ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്കതൊരു എക്സ്പെൻസ് ആയിട്ട് തന്നെ കാണിക്കാം. നമുക്ക് ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം, പ്രശ്നമൊന്നുമില്ല, അങ്ങനെ കാണിക്കാം. പക്ഷേ വേറൊരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ചാൾ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു കേസൊക്കെ കൊടുത്തു എന്ന് വിചാരിക്കും, അവസാനം നമുക്ക് ആ പൈസ കിട്ടിയെന്ന് വിചാരിക്കും. ആ പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വർഷം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് ഇൻകമായിട്ട് കാണിക്കേണ്ടി വരും. ഇവൻ ദോ നമ്മൾ ചിലപ്പോൾ ബിസിനസ് ചെയ്യേണ്ടാവില്ല. നമ്മുടെ ഇന്ത്യയിലെ കേസുകളൊക്കെ ആണല്ലോ, ചിലപ്പോൾ നമ്മൾ ഇന്ന് കേസ് കൊടുത്തതിൽ 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ വിധിയൊക്കെ വന്നിട്ട് പൈസ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ ബിസിനസ് നിർത്തിയിട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും അത് വരുമാനമായിട്ട് കാണിക്കേണ്ടതായിട്ട് വരും. ബിസിനസ് ഇൻകത്തിലെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്?
ക്ലോസിംഗ് സ്റ്റോക്ക് ബിസിനസ് ഇൻകത്തിൽ നമ്മളിപ്പോൾ അതൊരു ഇൻകം ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മാറ്റർ അല്ല, ടെക്നിക്കലായിട്ടുള്ള ഒരു മാറ്ററാണ്. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഇട്ടാലാണ് നമ്മുടെ പ്രോഫിറ്റിൻ്റെ കറക്റ്റ് ഒരു പിക്ചർ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇൻകം ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ്സിൽ ഒരു ലെവൽ ഓഫ് സ്റ്റോക്ക് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, മെയിൻറ്റെയിൻ ചെയ്യണത്. അത് ഭയങ്കര വേരിയേഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത സാധാരണ കേസിൽ. പക്ഷേ ഒരു ഷോപ്പാണെന്ന് വിചാരിക്കും, ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. അപ്പോൾ അവരുടെ ഒരു ഏവറേജ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ഒരു 5 കോടി രൂപയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൽ ഭയങ്കര ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചിലപ്പോൾ, അതായത് ഒരു കൊല്ലത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് 5 കോടിയാണ്, ഇനി അടുത്ത കൊല്ലത്തെ 2 കോടിയാണ്, അടുത്ത കൊല്ലം 9 കോടിയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഫ്ലക്ച്വേഷൻ ആണല്ലോ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിന് റെലവൻസ് ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ സാധാരണ ഒരു സ്റ്റഡിലി പോകുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ വേരിയേഷൻ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഉണ്ടെങ്കിൽ അതൊരു റിസ്ക് പോയിൻ്റ് ആണ്, അത് സ്ക്രൂട്ടിനൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ചില ബിസിനസ്സിൽ ചിലപ്പോൾ പക്ഷേ അങ്ങനെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെന്ന് വിചാരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വലിയ ബൾക്ക് ഇത് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ എക്സ്പോർട്ട് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ കയ്യിൽ സ്റ്റോക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് സ്റ്റോക്കിൻ്റെ വേരിയേഷൻ വരാം. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ബിസിനസ് പർപ്പസിനായിട്ട് വാല്യൂ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യേണ്ടത് അറ്റ് നെറ്റ് റിയലൈസബിൾ വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റിൽ ആയിരിക്കും, വിച്ച് വെർ ഇസ് ലെസ് എന്നുള്ളൊരു ആംഗിളിലായിരിക്കണം നമ്മളത് വാല്യൂ ചെയ്യേണ്ടത്. ഇപ്പോൾ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യണവരാണെങ്കിൽ അവിടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് ക്യാഷ് ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസ്ക് എന്തൊക്കെയാണ്? നമ്മൾ ഒരുപാട് ക്യാഷ് ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക് അതിലുണ്ടെന്ന് അർത്ഥം. ഇപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ബാങ്കിൽ നമ്മൾ ഒരുപാട് ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 10 lakhs rupees, അതല്ല ഇനി കറണ്ട് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 50 lakhs rupees. അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ ഡെപ്പോസിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതവിടെ ഇൻകം ടാക്സിൽ അത് ആളുടെ പോർട്ടലിൽ അത് രജിസ്റ്റർ ആയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ 10 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ അല്ലെങ്കിൽ 50 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ നിങ്ങൾ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇനി ഇവൻ വിഡ്രോവൽ ആണെന്നുണ്ടെങ്കിൽ പോലും ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരാൾ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് എക്സ്പെൻസ് ക്ലെയിം ചെയ്യണം എന്ന് വിചാരിക്കും. അപ്പോൾ ഇദ്ദേഹം സാലറി കൊടുക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എല്ലാ എക്സ്പെൻസുകളും എബൌട്ട് 10,000 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ബാങ്കിങ് ചാനലിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ബാങ്കിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബാങ്കിങ് ട്രാൻസ്ഫർ ആയിട്ട്, ക്യാഷ് ചെക്ക് ആയിട്ട് പറ്റില്ല എന്നർത്ഥം. ക്യാഷോ ക്യാഷ് ചെക്കോ ആയിട്ടോ പറ്റില്ല, ക്രോസ്ഡ് ചെക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ളൂ. ഇപ്പോൾ UPI ട്രാൻസാക്ഷൻസോ അങ്ങനെ, അതായത് ഒരു അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസ്ഫർ ഉണ്ടല്ലോ, അങ്ങനെയാണ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഡിസലൗഡ് ആവും എന്നർത്ഥം. അപ്പോൾ അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട് അതിൽ ചില കേസുകളിൽ. അപ്പോൾ ക്യാഷായിട്ട് ഉള്ള ഇത് നമ്മൾ നോക്കുമ്പോൾ പിന്നെ വേറൊരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടുന്ന കേസുണ്ടല്ലോ, പൈസ കിട്ടുന്ന കേസിലാണെങ്കിൽ പോലും നമുക്ക് 2 lakhs rupees കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാളുടെ കയ്യിൽ നിന്ന് ക്യാഷായിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതും വയലേഷനായിട്ട് മാറും അങ്ങനത്തെ കേസിലൊക്കെ. അപ്പോൾ പിന്നെ ബിസിനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കടം കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ബിസിനസ്സിൽ നിന്ന് മാത്രമല്ല ജനറലി നമ്മളൊരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു കടം കൊടുപ്പുണ്ടല്ലോ, ഇത് 20,000 രൂപയെക്കാട്ടും കൂടുതൽ ക്യാഷായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കടം കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഒരു വയലേഷനാണ്. വയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈക്വൽ എമൗണ്ടൊക്കെ ആയിരിക്കും പെനാൽറ്റി വരുന്നത്. ഇപ്പോൾ ഒരാൾ 1 ലക്ഷം രൂപ ക്യാഷായിട്ട് കടം കൊടുത്ത് 1 ലക്ഷം രൂപ ക്യാഷായിട്ട് തിരിച്ചു വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇൻകം ടാക്സിൻ്റെ ഒരു ആംഗിളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് 1 lakh rupee പെനാൽറ്റിക്കുള്ള വകുപ്പുണ്ട് തർത്തം. അപ്പോൾ ഇങ്ങനെ ക്യാഷിൻ്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഴ്സിന് പൈസ കൊടുത്താലും ഇങ്ങനെ തന്നെയാണോ, ഈ ലിമിറ്റ് തന്നെയാണോ ഉള്ളത് 10,000-ന്റെ? ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ കേസിൽ മാത്രം അവിടെ വ്യത്യാസമുണ്ട്. അവിടെ 10,000 അല്ല, പകരം 35,000 ആണ് അവിടെ ലിമിറ്റ് വരുന്നത്. ഇനി ഈ 10,000 എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ജനറലി വെച്ചേക്കുന്നതാണ്. പക്ഷേ ചില കേസിൽ അതിനൊരു എക്സെപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില കേസിൽ ചിലപ്പോൾ ബാങ്ക് ഹോളിഡേ ആയിരിക്കും. ഇപ്പോൾ നമുക്കൊരു എമർജൻസി ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വലിയൊരു എമർജൻസി ഉണ്ട്, നമ്മൾ കുറച്ച് ക്യാഷ് കൊടുത്താലേ പരിപാടി നടക്കുള്ളൂ. ബിസിനസ് ആണല്ലോ വലുത്, ഇൻകം ടാക്സ് അതിന് ശേഷം ബിസിനസ് ഉണ്ടെങ്കിലേ ഇൻകം ടാക്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ കുറച്ച് എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ബാങ്കിങ് ഫെസിലിറ്റി ഇല്ലാത്ത ഒരു സ്ഥലത്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അഗ്രികൾച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ആൾക്ക് എന്തില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വരാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അവിടെ ഒരു എക്സംഷൻ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു പർച്ചേസ് നടത്തി, ഇപ്പോൾ ഒരു അഗ്രികൾച്ചർ പ്രൊഡ്യൂസാണ് നമ്മൾ പർച്ചേസ് നടത്തിയിരിക്കുന്നത്, ഇയാൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന് വിചാരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഇയാൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് പൈസ കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ പ്രാക്ടിക്കലി. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 50,000 രൂപയാണ് ചിലപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം, പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചില എക്സെപ്ഷൻസ് ഉണ്ട് അതിൽ. എന്നാലും ജനറലി 10,000 ആണ്. ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ കേസിൽ നേരത്തെ നിശ്ചിത പറഞ്ഞ പോലെ 35,000 ആണ് ലിമിറ്റ് വരുന്നത്.
അതുപോലെ ഇപ്പോൾ ചെറിയ ഷോപ്പൊക്കെ നടത്തുന്നവരാണെങ്കിൽ അവർക്ക് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അക്കൗണ്ടൻറ്റിനെ വെക്കുക, അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അവരുടെ ഇൻകം ടാക്സിൽ കാണിക്കാനായിട്ട് ഈസി ആയിട്ട് എന്തെങ്കിലും വേണ്ടോ എന്നുള്ളത്. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമുക്കൊരു ഇൻകം ടാക്സിൽ ഒരു പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊവിഷൻ ഉണ്ട്. അതായത് അതിൽ പറയുന്ന മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടേൺ ഓവർ 2 കോടിയെക്കാട്ടും താഴെയാണ് എന്ന് വിചാരിക്കും. അപ് ടു 2 crores വരെ, 2 കോടി വരെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഒപ്റ്റ് ചെയ്യാം. അപ്പോൾ 2 കോടി വരെ ടേൺ ഓവർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫിക്സഡ് പേഴ്സൻറ്റേജ് നമ്മുടെ ഇൻകം ആയിട്ട് ഓഫർ ചെയ്യാം. ഇപ്പം നമ്മളുടെ ട്രാൻസാക്ഷൻസൊക്കെ ക്യാഷ് ട്രാൻസാക്ഷൻ ആണെന്ന് വിചാരിക്കും. അതായത് ഇപ്പോൾ ക്യാഷ് ആയിട്ടാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 8% നമ്മൾ നമ്മുടെ വരുമാനമായിട്ട് ഓഫർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ 2 കോടി രൂപയാണ് നമ്മുടെ ടേൺ ഓവർ. അപ്പോൾ 8% എന്ന് പറഞ്ഞാൽ 16 ലക്ഷം രൂപ നമ്മുടെ വരുമാനമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇൻകം ഓഫർ ചെയ്യാം. ഇനി അതെല്ലാം നമ്മൾ ബാങ്കിങ് ചാനലിലൂടെ നമുക്ക് പൈസ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ടാണ് കിട്ടാറ്. കുറേ ആൾക്കാരൊക്കെ GPay അങ്ങനെ തരും, കുറേ ആൾക്കാർ ക്യാഷ് തരും. അപ്പോൾ ഈ ബാങ്കിൽ കൂടെ കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 2 കോടി രൂപയാണ് ടേൺ ഓവർ. ഇതിൽ 1 കോടി രൂപ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബാങ്കിൽ കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബാങ്കിൽ കൂടി കിട്ടിയിരിക്കുന്ന പൈസയുടെ മിനിമം 6% നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വരുമാനമായിട്ട് ഓഫർ ചെയ്യാം. അപ്പോൾ 6 ലക്ഷം രൂപ ഓഫർ ചെയ്തു. ഇനി ക്യാഷായിട്ട് കിട്ടുന്നതിൻ്റെ 8%. അങ്ങനെ ഒരു ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം, പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഫോളോ ചെയ്യാം. ഇനി നമ്മുടെ ടേൺ ഓവർ 2 കോടി കഴിഞ്ഞ് 3 കോടിയായി എന്ന് വിചാരിക്കും. 3 കോടി ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, പ്രൊവൈഡഡ് നമ്മുടെ 95% ഓഫ് റെസീറ്റ്സ് ഉണ്ടല്ലോ, നമുക്ക് കിട്ടിയേക്കണം വരുമാനത്തിൻ്റെ 95% എന്തായിരിക്കണം, ബാങ്കിങ്ങിൽ കൂടി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഒപ്റ്റ് ചെയ്യാൻ. ഇപ്പൊ നമ്മള് ബിസിനസ് ഉള്ളവർക്ക് പറഞ്ഞല്ലോ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ, അതുപോലെ പ്രൊഫഷണൽക്കുള്ളവർക്കും ഇതുപോലെ ഈസി വേ ഉണ്ടോ? അങ്ങനെയുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രൊഫഷൻ ആണെന്ന് വിചാരിക്കും, നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ഒരാൾ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അഡ്വക്കേറ്റോ അങ്ങനെയുള്ളൊരു സ്പെസിഫൈഡ് പ്രൊഫഷനുള്ള ആളാണെന്ന് വിചാരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനം 50 ലക്ഷം രൂപയെക്കാട്ടും 50 ലക്ഷം രൂപയെക്കാട്ടും താഴെയാണെന്ന് വിചാരിക്കും. അപ്പോഴും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പ്രിസംപ്റ്റീവ് ഒരു വേ ഉണ്ട് അവിടെ. അതായത് ആൾക്ക് 50% ഓഫർ ചെയ്താൽ മതി നടത്താം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് 24 lakhs ആണ് ഒരാളുടെ വരുമാനം, ഒരു അഡ്വക്കേറ്റ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് മിനിമം എന്ത് ചെയ്യണം, മിനിമം 50% അദ്ദേഹം ഓഫർ ചെയ്യണം. അപ്പോൾ 50% ഓഫർ ചെയ്താൽ 12 ലക്ഷം. അപ്പോൾ 12 ലക്ഷം ഈ വർഷമാണെങ്കിൽ ടാക്സ് ഇല്ല. അപ്പോൾ 24 ലക്ഷം രൂപ വരെ ഉള്ള ഒരാൾക്ക് വേണമെങ്കിൽ ടാക്സ് ഇല്ലാതെ വേണമെങ്കിൽ റിട്ടേണൊക്കെ ഫയൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും ഒരു 75 lakhs ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ പ്രൊഫഷനാണ്, ഇപ്പോൾ ഒരാളൊരു ഓൺലൈനായിട്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ ആൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ മേജർ പോർഷനും 95% ഓൺലൈനായിട്ടാണ് കിട്ടുന്നത്, അതായത് ബാങ്കിങ് ചാനലിലൂടെയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഈ 50 lakhs എന്നുള്ള ലിമിറ്റ് ഉണ്ടല്ലോ, 75 lakhs വരെ പോവാം. 75 lakhs വരെ ഇദ്ദേഹത്തിന് 50% അദ്ദേഹം പക്ഷേ എന്ത് ചെയ്യേണ്ടി വരും, ഓഫർ ചെയ്യേണ്ടി വരും, പ്രൊഫഷനാണെന്നുണ്ടെങ്കിൽ. എപ്പോഴാണ് നമ്മളിപ്പോൾ ഈ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ അവോയ്ഡ് ചെയ്യേണ്ടത്? പ്രിസംപ്റ്റീവ് ടാക്സേഷൻ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ആളുകൾക്ക്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ 2 crores അല്ലെങ്കിൽ 3 crores ഒക്കെ ഉണ്ട്. പക്ഷേ എന്തില്ല, ഇദ്ദേഹത്തിന് ഭയങ്കര ചെറിയൊരു മാർജിൻ ഉള്ളതെന്ന് വിചാരിക്കും. ഇത് 2 കോടിയുടെ ബിസിനസ്സൊക്കെ ഉണ്ട്, പക്ഷെ ആകെ 3 ലക്ഷം രൂപയെ വരുമാനമുള്ളൂ, നെറ്റ് പ്രോഫിറ്റ് ഉള്ളൂ എന്ന് വിചാരിക്കും അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഒപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഒപ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ അപ്പോൾ അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുമല്ലോ. കാരണം ഇപ്പോൾ 2 കോടി രൂപ ഉണ്ട്, നമ്മൾ കംപ്ലീറ്റ് ക്യാഷ് ആയിട്ടാണ് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 16 ലക്ഷം രൂപ കാണിച്ചിട്ട് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആകെ വരുമാനം 5 ലക്ഷം രൂപയുള്ളതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആൾ പ്രിസംപ്റ്റീവ് ഒപ്റ്റ് ചെയ്യാതെ വേണമെങ്കിൽ ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ഒരു മാറ്റർ വരുന്നത്. അപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഒരു ലോവർ പ്രിസംപ്റ്റീവ് ടാക്സേഷനെക്കാട്ടും ലോവർ പെർസെൻറ്റേജിലാണ് നമ്മുടെ വരുമാനം കാണിക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അതിപ്പോൾ പിന്നെ പ്രിസംപ്റ്റീവ് ഒപ്റ്റ് ചെയ്യാതെ ടാക്സ് ഓഡിറ്റ് ഒപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ സെയിം സംഭവം പ്രൊഫഷനും അപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ഒരു പ്രൊഫഷൻ ഉണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് 50% ഒന്നും ഇല്ല എന്ന് വിചാരിക്കും, അദ്ദേഹത്തിൻ്റെ വരുമാനം 50% ഒന്നും ഇല്ല, ഈ 50 ലക്ഷത്തിൽ താഴെയാണ് അല്ലെങ്കിൽ 75 ലക്ഷത്തിൽ താഴെയാണ്. അപ്പോഴും അദ്ദേഹത്തിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും, വേണമെങ്കിൽ ടാക്സ് ഓഡിറ്റ്, അതായത് പ്രിസംപ്റ്റീവ് ഒപ്റ്റ് ചെയ്യാതെ ടാക്സ് ഓഡിറ്റ് ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ടാക്സ് ഓഡിറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, പലരും ടാക്സ് ഓഡിറ്റ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്നുണ്ടാവും. അപ്പൊ എന്താണ് ശരിക്കും ടാക്സ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? ഈ ടാക്സ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രിസംപ്റ്റീവ് ടാക്സേഷനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ അപ്പുറത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ഐദർ നമുക്ക് പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടിയെക്കാട്ടും
കൂടുതലാണ് ഒരാളുടെ ടേൺ ഓവർ എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ടാക്സ് ഓഡിറ്റിൻ്റെ പരിധിയിൽ വരും. അതല്ല, നേരത്തെ പറഞ്ഞ പോലെ 50 lakhs അല്ലെങ്കിൽ നേരത്തെ 75 lakhs ഇതിനേക്കാട്ടും കൂടുതലാണ് ഇദ്ദേഹത്തിൻ്റെ ടേൺ ഓവർ എന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അദ്ദേഹത്തിന് മാൻഡേറ്ററി ആയിട്ട് ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പോഴും ഇപ്പുറത്തെ സൈഡിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1 കോടിയാണ് കടന്നു എന്ന് പറഞ്ഞാൽ പോലും ഇദ്ദേഹത്തിന് 3 crores വരെ അല്ലെങ്കിൽ 75 lakhs വരെ ഒക്കെ പ്രിസംപ്റ്റീവ് ഒപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഒപ്റ്റ് ചെയ്യുന്നില്ല. ഐദർ എന്ത് ചെയ്യുന്നു, പ്രിസംപ്റ്റീവ് ഒപ്റ്റ് ചെയ്യാനായിട്ട് എലിജിബിലിറ്റി ഉള്ള ഒരാളാണ്, അദ്ദേഹം ഒപ്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ സിംപ്ലി പറയുകയാണെങ്കിൽ 1 crore എബവ് ആണ് അദ്ദേഹത്തിൻ്റെ ടേൺ ഓവർ. അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് മാൻഡേറ്ററി ആയിട്ട് അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെയും വേറൊരു ലിമിറ്റ് പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് 10 crore വരെ ടേൺ ഓവർ ഉണ്ട് എന്ന് വിചാരിക്കും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ 95% ഓഫ് ഇൻകം, 95% ഓഫ് എക്സ്പെൻസസും ബാങ്കിങ് ചാനലിലൂടെയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട? അദ്ദേഹം ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു FNO ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്ന ആളുകളുണ്ടല്ലോ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ വരാനായിട്ട് സാധ്യത. കാരണം ഇത് 100% ബാങ്കിൽ കൂടെ തന്നെയാണല്ലോ, അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് വരവോ എല്ലാം ബാങ്കിൽ കൂടെ തന്നെയാണ്. അപ്പോൾ FNOയിലൊക്കെ ചിലപ്പോൾ വലിയ ടേൺ ഓവറൊക്കെ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ 8 crore 9 crore ഒക്കെ റുപ്പീസ് ആണെങ്കിൽ പോലും, ടേൺ ഓവർ എന്നാണെങ്കിൽ പോലും അവർ ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് 95% ഓഫ് ട്രാൻസാക്ഷൻ ബാങ്കിൽ കൂടിയാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ട. അതല്ലാന്നുണ്ടെങ്കിൽ അതർവൈസ് 1 crore കടന്നാൽ ടാക്സ് ഓഡിറ്റ് അപ്ലിക്കബിൾ ആണ്. പിന്നെ ഈ 2 crore അല്ലാന്നുണ്ടെങ്കിൽ 3 crores പ്രിസംപ്റ്റീവ് ഒപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ടാക്സ് ഓഡിറ്റ് അപ്ലിക്കബിൾ ആണ്. ഈ ബിസിനസ് ഇൻകം നോക്കാനായിട്ട് ഈ GSTയും ഇൻകം ടാക്സും എങ്ങനെയാണ് കണക്ട് ചെയ്യണത്? ബിസിനസ് ഇൻകം നോക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഈ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും പോലെയാണ് നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. അതായത് ഇത് ഡയറക്റ്റ്ലി ഇത് കണക്റ്റഡ് ആണ്. അതായത് ഏത് നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരാൾ ഇൻകം ടാക്സ് റിട്ടേണിൽ ഒരാൾ 50 ലക്ഷം രൂപ ടേൺ ഓവർ ഉണ്ട് അല്ലെങ്കിൽ 1 കോടി രൂപ ടേൺ ഓവർ ഉണ്ട് എന്ന് പറയുന്ന ഒരാൾ GSTയിൽ ആ ടേൺ ഓവർ ഇല്ല എന്ന് കരുതും. GST റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ ഈ ടേൺ ഓവർ ആകെ 10 ലക്ഷമുള്ളൂ അല്ലെങ്കിൽ 15 ലക്ഷമുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹൈ റിസ്ക് ഉണ്ട് എന്നർത്ഥം. അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡാറ്റ ഷെയർ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോൾ GST എന്നൊക്കെ നോട്ടീസ് വരാറുണ്ട്, നിങ്ങളുടെ 26 yearsൽ ഇത്രയുണ്ട്, പക്ഷേ നിങ്ങൾ GSTയിൽ കാണിച്ചിരിക്കുന്നത് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നേരെ റിവേഴ്സും സംഭവിക്കാറുണ്ട്. നിങ്ങൾ GST റിട്ടേണിൽ, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് GSTയുടെ ഡാറ്റ വെച്ചിട്ട് നോട്ടീസ് അയക്കാറുണ്ട്. നിങ്ങൾക്ക് GSTയിൽ 2 കോടി അല്ലെങ്കിൽ 50 ലക്ഷത്തിൻ്റെ ടേൺ ഓവർ ഉണ്ട്, പക്ഷേ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസ് അയക്കാറുണ്ട്. അപ്പോൾ GSTയും ഇൻകം ടാക്സും എന്താ ഒരമ്മ പറ്റ ടീംസ് പോലെയാണെന്ന് അർത്ഥം. അപ്പോൾ അവർ എപ്പോഴും ഒരുമിച്ച് പോകുന്ന ആളുകളാണ്. ഇപ്പോൾ സൈറ്റിൽ വന്ന ഇൻകം ടാക്സ് ASലോ നമ്മൾ 26 yearsലോ വന്ന ഇൻകം നമ്മൾ എടുക്കാൻ വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു റിസ്ക് വരുന്നത്? അതിൻ്റെ പ്രത്യേകിച്ച് ഇപ്പോൾ ബിസിനസ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് വല്ല ഇൻസെൻറ്റീവോ ഡിസ്കൗണ്ടോ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില ഐറ്റംസൊക്കെ കയറി വരാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു TDS ഒക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ആ കേസിൽ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സൈറ്റിലൊരു ഇൻകം വന്നിട്ടുണ്ട്, നമ്മളുടെ ഇൻകം ടാക്സ് പോർട്ടലിൽ ഒരു ഇൻകം വന്നിട്ടുണ്ട്, നമ്മളത് വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു റിട്ടേൺ ചിലപ്പോൾ ഡിഫക്റ്റീവ് ആവാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അതായത് നമ്മൾ കംപ്ലീറ്റ് ഇൻകം കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു അവർ ചിലപ്പോൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നോട്ടീസിലൊക്കെ പറയും. അതായത് അത് കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു ഡിഫക്റ്റീവ് നോട്ടീസ് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ കറക്റ്റായിട്ട് പ്രോസസ്സ് ആവില്ല, നമുക്ക് മിക്കവാറും ഒരു നോട്ടീസ് വരാനോ അതൊന്ന് റിവൈസ് ചെയ്യാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ AIയും ബാക്കി കാര്യങ്ങളും എല്ലാ ഡാറ്റയും ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് ഇവിടെയുള്ള, അതായത് എന്ത് ഡാറ്റയാണോ ഡിപ്പാർട്ട്മെൻറ്റിന് അവൈലബിൾ ആയിട്ടുള്ളത്, അപ്പോൾ ആ കംപ്ലീറ്റ് ഡാറ്റ കാണിച്ചിട്ട് റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ പണി വരാനായിട്ട് സാധ്യതയുണ്ട്. സർ, അപ്പോൾ എന്താണ് ഈ TDS എന്ന് പറഞ്ഞാൽ? TDS എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബിസിനസ്സിൻ്റെ ആംഗിളിൽ നമ്മളൊരാൾക്ക് ഒരു എക്സ്പെൻസ് നമ്മളൊരു പൈസ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു കോൺട്രാക്ടർ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓഫീസ് നടത്താണ്, അവിടെ ഒരു AMC ഉണ്ട് എന്ന് വിചാരിക്കും, ഇപ്പോൾ ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്, കമ്പ്യൂട്ടറൊക്കെ ശരിയാക്കാനായിട്ട് ഒരാൾ വരണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൈസ എന്ന് പറയുന്നത് ഒരു 1.5 ലക്ഷം രൂപയ്ക്കാണ് നമ്മളിത് ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഒരു കോൺട്രാക്ടർക്ക് ഒരു പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു വരുമാനമാണ് അല്ലേ, നമുക്കൊരു എക്സ്പെൻസാണ്, ആൾക്കൊരു വരുമാനമാണ്. അപ്പോൾ ഈ വരുമാനങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് വരുമാനം നേരത്തെ കൂട്ടി കണ്ടിട്ട് അദ്ദേഹം ടാക്സ് അടയ്ക്കണമല്ലോ. ആ ടാക്സ്
എന്ത് ചെയ്യുന്നു, നമ്മൾ TDS ആയിട്ട് പിടിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അദ്ദേഹം എങ്ങാനും നമ്മൾ പൈസ കൊടുത്തു, അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ആ പൈസ കിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ TDSൻ്റെ കേസിൽ ഇപ്പോൾ കോൺട്രാക്ട് പേയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ 1% അല്ലെങ്കിൽ 2%. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 1.5 ലക്ഷം രൂപയാണെങ്കിൽ 1500 രൂപ, ജസ്റ്റ് ആ ഒരു എമൗണ്ടിനല്ല, ആ ട്രാൻസാക്ഷൻ അവിടെ റിഫ്ലക്റ്റ് ചെയ്യും. 1.5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്, 1500 രൂപ TDS പിടിച്ചിട്ടുണ്ട്. ഇനി അതല്ല ഒരു പ്രൊഫഷണൽ ഫീ ആണെന്ന് വിചാരിക്കും, അതെ. അപ്പോൾ 1.5 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ 15,000 രൂപ 10% TDS. അപ്പോൾ ഇത് ഒരു കൗണ്ടർ പാർട്ടി റിഫ്ലക്ഷൻ ആണെന്ന് അർത്ഥം അത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരും, അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സ് റിട്ടേണിൽ അത് ഇൻകമായിട്ട് കാണിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. TDS പിടിക്കാൻ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? TDS പിടിക്കാൻ വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉള്ളതെന്ന് പറയുന്നത്, ഒന്നുകിൽ നമുക്ക് ലേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഓഡിറ്റിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആ സമയത്തായാലും നമുക്ക് TDS പിടിച്ച് അടച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് TDS റിട്ടേൺ ഫയൽ ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേറെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അതായത് നമുക്ക് ചിലപ്പോൾ ഇത് ഇപ്പോൾ ഓഡിറ്റർ എന്നുള്ളൊരു ആംഗിളിൽ ഓഡിറ്റർ എന്ത് ചെയ്യും, ചിലപ്പോൾ ഈ എക്സ്പെൻസ് ചിലപ്പോൾ ഡിസലവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 30% എന്ത് ചെയ്യും, ആ ഒരു എക്സ്പെൻസ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാം. പിന്നെ വേറൊരു മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സ്പെൻസ് നേരത്തെ പറഞ്ഞ പോലെ ഈ 1.5 ലക്ഷം രൂപയുടെ കേസാണെന്ന് വിചാരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിട്ടേണിൽ ഇത് കാണിച്ചിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, ഒരു ചാർട്ടർ അക്കൗണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വഴിയാണ്. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ നമ്മൾ TDS പിടിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിന് TDS പിടിക്കാം. അതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഇപ്പോൾ TDS നമ്മൾ പിടിച്ചത് റേറ്റ് തെറ്റിപ്പോയാൽ, ഇപ്പോൾ 1% പിടിക്കുന്നതിന് വരെ നമ്മൾ 2% വെച്ച് പിടിക്കുക, അല്ലെങ്കിൽ 2%-ന് വരെ നമ്മൾ 1%, അങ്ങനെ തെറ്റായി പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? തെറ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ 2%-ന് പിടിക്കുന്നതിന് പകരം 1% പിടിച്ചു എന്ന് വിചാരിക്കും. അത് ആക്ച്വലി നമ്മളൊരു ഷോർട്ട് ഡിഡക്ഷൻ എന്നാ പറയുക അതിനെ. അപ്പോൾ ആ കേസിൽ നമ്മൾ ലയബിളാണ് ബാലൻസ് 1% പിടിച്ച് അടയ്ക്കാനായിട്ട്. അതിപ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് അടച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ റിട്ടേൺ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നേരെ റിവേഴ്സ് കേസ്, നമ്മൾ ആക്ച്വലി 1% TDS പിടിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ 2% പിടിച്ചു അടയ്ക്കലും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കത് റീഫണ്ട് ആയിട്ട് കിട്ടില്ല. അത് ആക്ച്വലി വേറൊരാളുണ്ടല്ലോ, മീൻസ് അതിൻ്റെ കൗണ്ടർ പാർട്ടി, അപ്പോൾ അവരുടെ ലോഗിനിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ അവർക്ക് വേറെ ലയബിലിറ്റി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ 2% അവർക്ക് എന്തായിട്ട് കിട്ടും, റീഫണ്ട് ആയിട്ട് വരും. നമുക്കത് റീഫണ്ട് ആയിട്ട് എടുത്ത് പോകാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ ബിസിനസ് ഇൻകം ഉള്ളവർക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം ഉള്ളവർക്ക് നോട്ടീസ് വരാതിരിക്കാനായിട്ടുള്ള നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള റീസൺസ് എന്താണ് ഈ നോട്ടീസ് വരാനായിട്ടുള്ള? ഇൻകം ടാക്സ് നോട്ടീസ് വരാനുള്ള കോമൺ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, ഒരെണ്ണം പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 lakhs കൂടുതൽ ക്യാഷ് വിഡ്രോവൽ അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ട്. അതാണ് വളരെ കോമൺ ആയിട്ടുള്ള റീസൺ. പിന്നെ ഒരാൾക്ക് ഒരു ഡെപ്പോസിറ്റ് ഉണ്ട്, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റോ അതുപോലെ തന്നെ നമ്മുടെ FD അങ്ങനെയൊക്കെയുള്ള ഡെപ്പോസിറ്റ്സുകളുണ്ട്. അത് 10 lakhs എബോവ് ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരാൾക്ക് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ 1 lakh രൂപയെക്കാട്ടും കൂടുതൽ ക്യാഷ് ആയിട്ട് ബില്ല് സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10 lakhs എബോവ് ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു വർഷത്തെ കഥയാണ് കേട്ടോ പറയുന്നത്, ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഷെയർ ട്രേഡിംഗ്, ഇപ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കേസാണ് ഷെയർ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഒരു വർഷം ഒരു 10 lakhs എബോവ് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർട്ടിക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ഡീല് നടത്തിയെന്ന് വിചാരിക്കും, ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ 30 lakhs എബോവ് ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും നോട്ടീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ നോട്ടീസൊക്കെ വരുന്നത് ഇതൊക്കെയാണ് വളരെ കോമൺലി വരുന്നത്. ഈ നോട്ടീസൊക്കെ വരുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ഈ നോട്ടീസ് വരുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു, പക്ഷേ ഈ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ, വിട്ടുപോയിട്ടുണ്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരാളൊരു പ്രോപ്പർട്ടി വിറ്റു, 50 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 45 ലക്ഷം രൂപയ്ക്ക് 50 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഈ കേസിൽ ഇദ്ദേഹം റിട്ടേണൊക്കെ ഫയൽ ചെയ്തു, പക്ഷേ വിറ്റ് കഴിഞ്ഞാൽ നാച്ചുറലി ഇവിടെ ഒരു ക്യാപിറ്റൽ ഗെയിൻ വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ക്യാപിറ്റൽ ഗെയിൻ ഒന്നും കാണിക്കാതെ, ഇപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ഒരാളാണ്, ഇദ്ദേഹത്തിൻ്റെ സാലറി മാത്രം കാണിച്ചിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ITR 1 ഫയൽ ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ പക്ഷേ ഇവിടെ ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, അപ്പോൾ അദ്ദേഹം ആ ക്യാപിറ്റൽ ഗെയിനും കൂടി കാണിച്ചിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനത്തെ കേസിൽ റിട്ടേൺ ഫയൽ ചെയ്താലും നോട്ടീസ് വരാം. നോട്ടീസ് വരുന്ന റീസൺ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഈ ട്രാൻസാക്ഷൻ നമ്മുടെ റിട്ടേൺ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് കാരണം നോട്ടീസ് വരാം.
ഇനി കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് നോട്ടീസ് വന്നൊരു ഐറ്റം എന്ന് പറയുന്നത് ഫോറിൻ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഫോറിൻ അസറ്റ്സ് ആണ്. അപ്പോൾ അതായത് നമ്മളൊരു റെസിഡൻ്റ് ആണെന്ന് വിചാരിക്കും, ഒരാൾ റെസിഡൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോറിൻ അസറ്റ്സോ അല്ലെങ്കിൽ ഫോറിനിലൊരു ബാങ്ക് അക്കൗണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നാട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് USA കമ്പനികളുടെ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ആപ്പുകളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അതായത് ഒരാൾ റെസിഡൻ്റ് ആണ് പക്ഷേ ഫോറിൻ അസറ്റ്സുകൾ ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ ഇത് ഡിക്ലെയർ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും നോട്ടീസ് വരും. അപ്പോൾ അതിൻ്റെ ഫൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഭീകര ഫൈനുകളാണ്. അപ്പോൾ ഫോറിൻ അസറ്റ്സ് ഒക്കെ ഉള്ള ആളുകൾ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുക. വലിയ എമൗണ്ടൊക്കെ ഫൈനൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് ഡിക്ലെയർ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഈ ബിസിനസ് നടത്തണവർ അല്ലെങ്കിൽ ഈ പ്രൊഫഷണൽ ഇൻകം ഉള്ളവർ ടാക്സ് കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കാനായിട്ട് എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്? ബിസിനസ് നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർലി കറക്റ്റ് ടൈമിൽ ഡ്യൂ ഡേറ്റിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിടുക എന്നുള്ളതാണ് ആദ്യത്തെ കഥ. ഇനി പിന്നെ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നമുക്ക് നടത്തിയത്, നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കിയാൽ മതി. കംപ്ലീറ്റ് നമ്മുടെ ചരിത്രവും ഭൂമിശാസ്ത്രമൊക്കെ അവിടെ ഉണ്ടാവും, നമ്മുടെ ഇൻകം ടാക്സ് പോർട്ടലിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ട്രാൻസാക്ഷൻസൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിടാം. ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല. മാത്രമല്ല നമ്മൾ നേരത്തെ ഫോറിൻ അസറ്റ്സിൻ്റെയൊക്കെ കേസ് പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിടുക, എല്ലാ ട്രാൻസാക്ഷൻസും ഡിസ്ക്ലോസ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യലായിട്ടുള്ള ഫോറിൻ അസറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഡിസ്ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങണവർക്ക് സാറിന്റെ വക അഡ്വൈസ് എന്താണ്? സാറ് ഫോളോ ചെയ്യണ ഇൻകം ടാക്സിന്റെ എങ്ങനെയാണ് സാർ ഫോളോ ചെയ്യണത്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് എന്തൊക്കെയാണ്? അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മളുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്, ഞാൻ ഇൻകം ടാക്സ് എന്ന് പറയുന്നില്ല, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഇപ്പോൾ GST ആവട്ടെ ഇൻകം ടാക്സ് ആവട്ടെ, ഓൾമോസ്റ്റ് ഈ എല്ലാ ഡാറ്റകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡ് ആണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനിയാണെന്ന് വിചാരിക്കും. അപ്പോൾ കമ്പനിയുടെ ഒരു ഡാറ്റ അവിടെ ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലെ കമ്പനിയുടെ പാൻ വെച്ചിട്ട് ഇതെല്ലാ സംഭവങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഒളിക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ ആകെ ഒരു കാര്യം പറയാനുള്ളൂ, നമ്മൾ എത്രയാണോ നമ്മുടെ ടേൺ ഓവർ അത് കറക്റ്റായിട്ട് തന്നെ ഡിസ്ക്ലോസ് ചെയ്യുക, കറക്റ്റായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക, കറക്റ്റായിട്ട് ടാക്സ് കംപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മേ ബി നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കേസേ, ചില ആളുകൾ ചിലപ്പോൾ ഒരു 50,000 രൂപയോ അല്ലെങ്കിൽ 25,000 രൂപയൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചില സൂത്രപ്പണികളൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തിടും. ഇത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇടത്തേക്കൊക്കെ ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് വരുമ്പോൾ ചിലപ്പോൾ 2.5 ലക്ഷം രൂപയോ 4 ലക്ഷം രൂപയോ 5 ലക്ഷം രൂപയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. മാത്രമല്ല ഇതിൻ്റെ പിന്നാലെയുള്ള സ്ട്രെസ് ഉണ്ടല്ലോ ആ നേരത്ത്. അപ്പോൾ അവർ അൾട്ടിമേറ്റ്ലിയാണ് അവർ പറയുക അന്ന് 25,000 രൂപ അടച്ച് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ നമ്മൾ നേർവഴിയാണ് ഏറ്റവും നല്ല കുറുക്ക് വഴി എന്ന് പറയുന്നത്. അതായത് നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മളതിൻ്റെ ഇൻകം ഉണ്ട്, ഓക്കെ, ടാക്സ് അടയ്ക്കാം. ഇതാണ് ഒരു അഡ്വൈസ് ഉള്ളത്. അതുപോലെ എല്ലാവർക്കുള്ള ഡൗട്ടാണ് ഈ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ മതിയോ എന്നുള്ളത്. ശരിക്കും അങ്ങനെയാണോ, അതോ ലോസ് ആണെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ലോസ് ആണെങ്കിലും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളൊരു ബിസിനസ് തുടങ്ങുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇദ്ദേഹം ചിലപ്പോൾ ഒന്ന് പച്ച പിടിച്ച് വരാനൊക്കെ ആയിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ആദ്യത്തെ കൊല്ലം ചിലപ്പോൾ കുറച്ചൊരു ഇനീഷ്യൽ ഇയറൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പരിചയക്കുറവൊക്കെ കാരണം ചിലപ്പോൾ നഷ്ടത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തെ കൊല്ലം 5 ലക്ഷം രൂപ നഷ്ടമായി എന്ന് വിചാരിക്കും. അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുകയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട നഷ്ടമാണ്. പക്ഷേ 5 ലക്ഷം രൂപ നഷ്ടമാണ് എന്നുണ്ടെങ്കിൽ പോലും കൃത്യസമയത്ത് ആൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടു എന്ന് വിചാരിക്കും. അപ്പോൾ പറയുന്നത് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേണിൽ -5 ലാക്സ് എന്നായിരിക്കും അവിടെ ഉണ്ടാവുക. ഇനി അടുത്ത കൊല്ലമൊക്കെ ബിസിനസ് ഇദ്ദേഹമൊക്കെ പഠിച്ചു, നല്ല സൂപ്പറായിട്ട് പഠിച്ചു, ഒരു 17 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ ഇയാൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 17 ലക്ഷത്തിന് എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇനി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്രാവശ്യം റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ 17 എന്ത് കുറയ്ക്കാം, നമ്മുടെ പഴയ 5 ലക്ഷം കുറയ്ക്കാം. അപ്പോൾ എത്രയായി, 12 ലക്ഷമായി. 12 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ ടാക്സ് ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്സുകൾ ഈ ലോസ് റിട്ടേൺ ആണെങ്കിൽ പോലും, ലോസ് ആണെങ്കിലും നമ്മൾ കൃത്യസമയത്ത് ഫയൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പം ഈ ബിസിനസ് ലോസ് നമുക്ക് വേറെ ഏതൊക്കെ ഇൻകായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും? ബിസിനസ് ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏത് ഹെഡായിട്ടും എക്സെപ്റ്റ് സാലറി,
നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലം വിറ്റു എന്ന് വിചാരിക്കും. സ്ഥലം വിറ്റിട്ട് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്ന് വിചാരിക്കും. സേ 15 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, പക്ഷേ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് 15 ലക്ഷം രൂപ ലോസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കിത് സ്ട്രൈറ്റ് അവേ ഇത് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. നമുക്ക് വേറെ കുറേ ഇൻകം ഉണ്ട്, ഡിവിഡൻഡ് ഇൻകം ഉണ്ട്, സാലറി മറ്റേ ഇതുണ്ട്, നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട്, അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ ഇൻകം ഉണ്ട്. അപ്പോൾ ബിസിനസ് ലോസ് നമുക്ക് സാലറി അല്ലാത്ത എല്ലാ ഹെഡിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അത് കാരണം തന്നെ ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഫയൽ ചെയ്താലല്ലേ ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഫയൽ ചെയ്തിടാം എന്നുള്ളതാണ്. എത്ര വർഷം വരെ നമുക്ക് ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും? അതായത് ഇപ്പോൾ നമ്മൾക്ക് ഒരു ലോസ് ഉണ്ടായി, നമുക്ക് വേറെ ഹെഡായിട്ടൊന്നും സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റണില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 5 ലക്ഷം രൂപ ലോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കൊല്ലം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാം. അടുത്ത കൊല്ലം 5 ലക്ഷം രൂപ ക്യാരി ഫോർവേഡ് ചെയ്യാം. പക്ഷേ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ഉള്ള മാറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ബിസിനസ് ഇൻകം ആയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു ബിസിനസ് ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് സെറ്റ് ഓഫ് ചെയ്ത് പോവാം. അതല്ല, ഇനി നമുക്ക് അടുത്ത കൊല്ലവും ബിസിനസ് ഇൻകം ഇല്ല, അടുത്ത കൊല്ലവും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ടു ദ നെക്സ്റ്റ് 8 years വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോസ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ബാലൻസ് ഉള്ള പോർഷൻ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ സെറ്റ് ഓഫ് ചെയ്ത് അവസാനം ചിലപ്പോൾ 50,000 രൂപ ബാലൻസ് ഉള്ളു. അപ്പോൾ ഇത് അടുത്ത 8 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ബിസിനസ്സുകാർ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രത്യേകിച്ച് ഇൻകം ടാക്സ് ആക്ടിൻ്റെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, അവർക്ക് എന്തൊക്കെ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും, ഇപ്പോൾ ബാഡ് ഡെപ്റ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഏതൊക്കെ തരത്തിലാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എപ്പോഴാണ് ടാക്സ് ഓഡിറ്റ് അപ്ലിക്കബിൾ ആവുക, അതേപോലെ തന്നെ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചിലപ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മളിപ്പോൾ ടാക്സ് ഓഡിറ്റ് അങ്ങനെ ഇതാദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. ഇതുപോലെ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് GST ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇൻകം ടാക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത് നമ്മുടെ ചാനലിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.